സ്ത്രീകളെ ആക്രമിച്ചു അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, കൗൺസിലർമാരാണ്, ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ പെരുമാറിയത്. ഞങ്ങളുടെ തുണിയൊക്കെ തന്നെ കൈയൊക്കെ പിടിച്ച് വലിച്ചോണ്ട് സുഗതൻ ഇയാൾ പോയത്, ചെമ്പഴന്തി ഉദയം പോയത്, ഈ ഭക്ഷണയുടെ ദേഹത്താണ് വെള്ളം കോരി ഒഴിച്ചത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷേർലിയുടെ സാരിയൊക്കെ വലിച്ചു പറിച്ചു. ഗുണ്ടാക്രമണം ഇവിടെ നമ്മളോടുകൂടെ ചെയ്യുന്നു. അവർ LDF എന്തും കാണിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മളോടുകൂടി ഇങ്ങനെ കാണിക്കണം. ആ ചെമ്പഴന്തി ഉദയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ഒരു ഗുണ്ടായിസം രീതിയിലാണ് പെരുമാറിയത്. അദ്ദേഹം കൗൺസിലറാണോ അതിന്റെ ഗുണ്ടകളോ തന്നെയാണോ എന്നറിയില്ല. നിങ്ങൾ കൗൺസിൽ കൂടി പാസ്സാക്കി പോയതല്ലേ? നിങ്ങൾ കൗൺസിൽ കൂടിയതല്ലേ? കൗൺസിൽ കൂടി അജണ്ട പാസ്സാക്കിയതല്ലേ? അജണ്ട പാസ്സാക്കിയതല്ലേ? തികച്ചും സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തന്നെയാണ് ഇന്നിവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിലേറെ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൗൺസിൽ രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്റ്റർ UDF കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംഘം കൈയടക്കി വെച്ചു എന്നുള്ള ആരോപണമായിരുന്നു ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് സംഘർഷം ഉടലെടുക്കുന്നു. ഏതോ ഒരു കൗൺസിലർ കയറി ചൂടുവെള്ളം കൗൺസിലർമാരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ഇതിനെ തുടർന്ന് സംഘർഷം കലുഷിതമാകുന്നു, വലിയ രീതിയിലാകുന്നു. എന്തായാലും സ്ത്രീകളെ അടക്കം BJP കൗൺസിലർമാർ ആക്രമിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഈയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മുട്ടടയിലെ വാർഡ് കൗൺസിലറായ വൈഷ്ണ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. സ്ത്രീകളെ ആക്രമിച്ചു അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന തരത്തിലേക്കാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ മുഖത്ത് ഗ്ലാസ്സിലിരിക്കുന്ന ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന തരത്തിലേക്കാണ് BJP കൗൺസിലർമാർ. നിങ്ങൾ ആലോചിക്കണം, കൗൺസിലർമാരാണ്, ജനപ്രതിനിധികളാണ് ഇത്തരത്തിൽ പെരുമാറിയത്. നിങ്ങളാണ് അങ്ങോട്ട് വെള്ളം കോരി ഒഴിച്ചത് എന്നാണ് മേരി. നിങ്ങൾ വിഷ്വൽ ചെക്ക് ചെയ്യൂ. ഞങ്ങൾ അറ്റൻഡൻസ് ബുക്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മര്യാദയ്ക്ക് ബുക്ക് എടുത്തതാണോ? അത് വന്ന് പിടിച്ചു വാങ്ങേണ്ട ആവശ്യം അവർക്കുണ്ടോ? മാത്രമല്ല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്രിമം കാണിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ പിടിച്ചുപറി നടത്തുന്നത്. തികച്ചും സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തന്നെയാണ് ഇന്നിവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയേറെ വിഷയങ്ങൾ വരുന്ന ഒരു അജണ്ട, മാത്രമല്ല ഇന്നും കുറെ വിഷയങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്. ഇത്രയേറെ അജണ്ട 5 മിനിറ്റ് കൊണ്ട് ഒരു നഗരസഭാ മേയർ ഒറ്റയടിക്ക് പാസ്സാക്കി പോകേണ്ടതാണോ എന്നുള്ളത് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ആലോചിച്ചാൽ മതിയാവും. ഈ അജണ്ട എപ്പോൾ തന്നതാണ്? ഈ അജണ്ട 2-3 ദിവസം മുമ്പ് തന്നതാണ്. മാത്രമല്ല ഇന്നും കുറച്ച് വിഷയങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൗൺസിൽ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട വിഷയങ്ങളാണ്. അത് 5 മിനിറ്റ് കൊണ്ട് നിഷ്പ്രയാസം ഇതെല്ലാം ഒറ്റയടിക്ക് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കൗൺസിൽ പിരിച്ചുവിട്ടിരിക്കുന്നു പറഞ്ഞ് മേയർ ഇറങ്ങിപ്പോയി. മാത്രമല്ല, കൗൺസിലിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം എല്ലാ കൗൺസിലർമാർക്കും ഉണ്ട്. അതുപോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ. ആക്രമിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളുടെ തുണിയൊക്കെ തന്നെ കൈയൊക്കെ പിടിച്ച് വലിച്ചോണ്ട് സുഗതൻ ഇയാൾ പോയത്, ചെമ്പഴന്തി ഉദയം പോയത്, ഈ ഭക്ഷണയുടെ ദേഹത്താണ് വെള്ളം കോരി ഒഴിച്ചത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷേർലിയുടെ സാരിയൊക്കെ വലിച്ചു പറിച്ചു. അതൊക്കെ ചെയ്യാമെന്നാണോ കൗൺസിലേഴ്സ്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അറ്റൻഡൻസ് ബുക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ടാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? ഒരു മര്യാദയില്ലാത്ത പരിപാടി. ഗുണ്ടാക്രമണം ഇവിടെ നമ്മളോടുകൂടെ ചെയ്യുന്നു. അവർ LDF എന്തും കാണിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മളോടുകൂടി ഇങ്ങനെ കാണിക്കണോ? പിന്നെ ഈ രജിസ്റ്ററിൽ കൃത്രിമം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ അടക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം 350ഓളം അജണ്ടകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെ ചെയ്യുന്നത് ഭരണകക്ഷിയും LDFും കൂടെ ഒത്തുകളിച്ച് കൂടുതൽ, അതായത് അവർക്ക് ഭരണകക്ഷിക്ക് താല്പര്യമുള്ള അജണ്ടകൾ എടുത്തു വെച്ചുകൊണ്ട് കമ്മിറ്റി പിരിഞ്ഞിരിക്കുന്നു, കൗൺസിൽ പിരിഞ്ഞിരിക്കുന്നു, അജണ്ട എല്ലാം പാസ്സായ അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ പറയുന്ന ഇത്രയും അജണ്ടകൾ വസ്തുനിഷ്ഠമായിട്ട് ഓരോന്ന് അക്കമിട്ടെടുത്ത് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടിയാണ് ഈ കൈപ്പുസ്തകം ഇന്നത്തെ അജണ്ട അടങ്ങിയ ബുക്ക് ഞങ്ങൾ ഉയർത്തി കാണിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലർമാരെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ ശബരിനാഥൻ XMLA മാരകമായിട്ട് ഉപദ്രവിക്കുകയും നമ്മുടെ വനിതാ കൗൺസിലർമാരെ ഇവിടെ ഇരുന്ന് കുടിക്കാൻ കൊണ്ടുപോയി ചൂടുവെള്ളം ഗ്ലാസോടുകൂടി എടുത്തെറിയുകയും ചെയ്യുന്ന നിരുത്തരവാദപരമായ
പിന്നെ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ മേയർ കഴിഞ്ഞ ദിവസം കാലും കെട്ടിവെച്ച് ആശുപത്രി കിടന്നുപോയെങ്കിൽ ഇവിടെ ഇവിടെ മറ്റൊരാൾ ചെയ്തത് സ്വന്തമായിട്ട് ശ്രീ ചെമ്പഴന്തി ഉദയൻ ചെയ്ത് സ്വന്തമായിട്ട് ഷട്ടർ വലിച്ചു കയറി പാർലമെന്ററി പാർട്ടി ലീഡർ ശബരിനാഥിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. ഒപ്പിടാൻ പോയപ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ ചെമ്പഴന്തി ഉദയൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ഒരു ഗുണ്ടായിസം രീതിയിലാണ് പെരുമാറിയത്. അദ്ദേഹം കൗൺസിലറാണോ അതിന്റെ ഗുണ്ടകളോ തന്നെയാണോ എന്നറിയില്ല. നമ്മളെ ആക്രമിച്ചു, വെള്ളം ചൂടുവെള്ളമൊക്കെ കോരി ഒഴിച്ചു മേലിൽ കൂടെ. ഇല്ല, ഇതിന്ന് കാണിച്ചത് വളരെ മോശമായിപ്പോയി. നമ്മളിവിടെ വന്നതിൻ്റെ ഒരു തെളിവാണല്ലേ, നമ്മുടെ ഒരു കൗൺസിൽ കൂടുന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങൾക്കൊരു സൈൻ ചെയ്യാൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. ഇത് വളരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്സെപ്റ്റ് സൈൻ ചെയ്ത രീതിയിലാണ്. അത് സൈൻ ചെയ്യണം. നമ്മൾ ഇവിടെ കൗൺസിൽ കൂടി എന്നതിൻ്റെ തെളിവല്ലേ, അത് നമുക്ക് ചെയ്യേണ്ട കാര്യമല്ലേ. എന്തായാലും വൈഷ്ണ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ രജിസ്റ്ററിൽ ഒപ്പിടാൻ BJP കൗൺസിലർമാർ സമ്മതിച്ചില്ല, ഇത് പിടിച്ച് പറിച്ച് വാങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.